എല്ലാവർക്കും നമസ്കാരമുണ്ട്. വണ്ടർലെസ് കപ്പിളിൻ്റെ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു യാത്രാ അനുഭവമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ ഈ പട്ടണത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ വർഷവും നടന്നു വരുന്ന ഒരു പരിപാടിയാണ് ഐസ് ഫെസ്റ്റിവൽ എന്ന് പറയും. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ശരിക്കും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് തണുത്ത ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ചെറിയ ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ യാത്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്രയ്ക്ക് നമ്മൾ ഈ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പെൻസിൽവാനിയ സ്റ്റേറ്റിലെ ലിഗ്നോർ എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണമാണ്. വളരെ ചെറിയൊരു പട്ടണമാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ ഏകദേശം 2000 ആൾക്കാരിൽ താഴെ മാത്രമേ ഉള്ളൂ. അത്രയും ചെറിയൊരു പട്ടണമാണിത്. 1760കളിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ടൗണാണിത്. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ഇവിടെ നടക്കാറുണ്ട്. ഐസ് ഫെസ്റ്റിവൽ എന്ന് പറയും. ഐസുകൾ ഉപയോഗിച്ച് ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കി ഈ ടൗണിൽ അവർ ഡിസ്പ്ലേക്ക് വെക്കും. ഇത് കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വരാറുണ്ട്. സോ ഇത് കണ്ടില്ലേ, മനോഹരമായ ഒരു ബൈക്കിൻ്റെ ഐസിൽ കൊത്തിയെടുത്തൊരു രൂപമാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഈ പട്ടണത്തിൽ ഒരുപാട് രൂപങ്ങൾ ഐസിൽ കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം കണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. തണുത്തിട്ട് ഒരു രക്ഷയില്ല. -5 ഇപ്പോഴത്തെ തണുപ്പെന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നൈസായിട്ടൊന്ന് ഈ ടൗൺ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ഗോ. ഈ രാജ്യത്തെ ആദ്യത്തെ താമസക്കാരായ റെഡ് ഇന്ത്യൻ്റെ ഒരു രൂപമാണ് ഐസിൽ കുത്തിയെടുത്ത് ഈ വെച്ചിരിക്കുന്നത്. വാ, ഈ ഒരു പോർഷൻ നമ്മളിപ്പോൾ ഈ നടക്കുന്നത് ഇവിടെ ടൗൺ സ്ക്വയർ എന്ന് പറയും. ഈ ടൗണിൻ്റെ ഹൃദയഭാഗമാണ്. സോ ചെറിയൊരു പാർക്ക് പോലെയാണ് ഈ ടൗൺ സ്ക്വയർ. സോ ഈ ടൗൺ സ്ക്വയറിനകത്താണ് ഏറ്റവും കൂടുതൽ ഈ ഐസിൻ്റെ കർവിങ് സ്കൾപ്ചറുകൾ അവർ വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു കൊച്ചു പട്ടണമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഒരുപാട് രസങ്ങളുള്ളൊരു ചെറിയൊരു പട്ടണമാണിത്.
യൂഷ്വലി മൺഡേ ഇവിടുത്തെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ക്ലോസ് ഡൗൺ ആയിരിക്കും. വളരെ റെയറായിട്ട് മാത്രമേ കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ മൺഡേ തുറക്കാറുള്ളൂ. കാരണം വീക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്ട്രീം ബിസി ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ ലിഗ്നോർ എന്ന് പറയുന്ന ഈ കൊച്ചു പട്ടണം. കാരണം വളരെ ഫേമസ് ആയൊരു ടൂറിസ്റ്റ് നഗരമാണിത്. സോ അത് കാരണം ആ വീക്കെൻഡ് ഭയങ്കര ബിസി ആയത് കാരണം മൺഡേയിൽ യൂഷ്വലി എല്ലാ എന്താ പറയുക ഷോപ്പിംഗ് സ്ഥാപനങ്ങൾ, കടകൾ, കച്ചവട സ്ഥാപനങ്ങളൊക്കെ മിക്കവാറും ക്ലോസ് ഡൗൺ ആയിരിക്കും. സോ അങ്ങനെ ഒരു പ്രത്യേകതകളുണ്ട്. അപ്പം നമ്മൾ വന്നത് ഇന്നൊരു തിങ്കളാഴ്ചയാണ്. അത് കാരണം ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് കാരണം എന്താ പറയുക നമുക്ക് അതിനകത്ത് കയറാനുള്ളൊരു അവസരം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഒരുപാട് ഷോപ്പിംഗ് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, മനോഹരമായൊരു ഗിറ്റാറിൻ്റെ ഒരു രൂപമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. തുടർന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കൈയൊക്കെ ശരിക്കും പറഞ്ഞാൽ മരവിച്ച് ഐസായിരിക്കുകയാണ്. പക്ഷെ എന്നാലും കണ്ടപ്പോൾ ഒരു ആഗ്രഹം. കൊള്ളാം സംഭവം, കിടക്കാൻ. ശരിക്ക് ഈ പട്ടണത്തിൻ്റെ സൈഡിലെ സൈഡ് വാക്കൊക്കെ ഒരു രക്ഷയില്ല. നല്ല ഭംഗിയുള്ള സൈഡ് വാക്കുകൾ, അതിൻ്റെ സൈഡിൽ മുഴുവൻ നിറച്ച് ഒരുപാട് എന്താ പറയുക ഷോപ്പിംഗ് സെൻറ്ററുകൾ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നെല്ലാം ക്ലോസ് ഡൗൺ ആണ്. നല്ലൊരു അനുഭവമാണ് ഈ പട്ടണത്തിൽ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട്. ഒരു രക്ഷയില്ല തണുപ്പ്. സോ ഈ സ്ട്രീറ്റിൽ മുഴുവൻ ഇതേപോലെ ഇവർ ഈ സ്കൾപ്ചർ വെച്ചിട്ടുണ്ട്. രണ്ട് മീനുകൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന രണ്ട് മീനിൻ്റെ അടിപൊളി രൂപമാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട് കാണാൻ. കൊച്ചു പട്ടണത്തിൻ്റെ എന്താ പറയുക നടുക്കായിട്ട് ഭംഗിയുള്ള ഈ ഒരു സ്ക്വയർ, അതിനെ ഡയമണ്ട് പാർക്ക് എന്ന് പറയും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എന്താ പറയുക നല്ല ഇഷ്ടികൾ, കംപ്ലീറ്റ് ഫ്ലോറൊക്കെ നല്ല ഇഷ്ടിക പതിച്ച് നല്ല ഗാർഡൻ സെറ്റ് ചെയ്ത് അതിൻ്റെ നടുക്കൊരു മണ്ഡപം പോലെ നല്ലൊരു സൂപ്പർ മണ്ഡപം അതിൻ്റെ സെൻറ്ററിൽ. അങ്ങനെ ഈ ടൗണിൻ്റെ മെയിൻ ഒരു എന്താ പറയുക ഒരു അട്രാക്ഷൻ പോയിൻ്റാണ്. സോ ഇവിടെ ഫെസ്റ്റിവൽ കാര്യങ്ങൾ എന്ത് നടക്കണമെങ്കിലും അതിൻ്റെ മെയിൻ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഈ പാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ ഇതിൻ്റെ എന്താ പറയുക ഒരു 360 വ്യൂ എടുത്തു കഴിഞ്ഞാൽ നല്ല രസം അതിൻ്റെ ചുറ്റുപാടും കാണാനായിട്ട്. അടിപൊളി, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. കിടുവായിട്ടുള്ളൊരു ലൊക്കേഷനാണ്. തണുപ്പ് വയ്ക്കാതെ ഒത്തിരി ആൾക്കാർ ഈ ഐസ് ഫെസ്റ്റിവൽ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട്. വ്യൂ അടിപൊളിയാണ്. നല്ലൊരു എന്താ പറയുക അത്രയും ചെറുതാണെങ്കിലും അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു ടൗണാണ് ഈ ലിഗ്നോർ എന്ന് പറയുന്ന ഈ ഒരു ടൗണ്. സോ നമ്മുടെ മലയാളികൾ ആരെങ്കിലുമൊക്കെ ഈ പെൻസിൽവാനിയ സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സംസ്ഥാനത്തൊക്കെ ഉണ്ടെങ്കിൽ വരാൻ പറ്റുന്ന നല്ല ഒരു സ്ഥലമാണ്. ജനുവരി
20-ാം തീയതിയൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ ഈ ഫെസ്റ്റിവല്. രക്ഷയില്ല, അടിപൊളി. അപ്പോൾ ഗായ്സ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ? അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐസ് ഫെസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം ഞാൻ പങ്കെടുക്കുന്നത്. ഇത് കാണുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത്ര മനോഹരമായിട്ടാണ് ഓരോ ആർട്ടും അവർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്കൾപ്ചറുകൾ ഉണ്ടായിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. നല്ല തണുവാണ് എങ്കിൽ പോലും ഞങ്ങൾ ശരിക്ക് എൻജോയ് ചെയ്തു. സോ ഇറ്റ് വാസ് റിയലി ഫൺ ടു വാച്ച് അറൗണ്ട് ആൻഡ് സീ ഓൾ ദിസ് ഐസ് കർവിങ് and cold. Yeah, it's really cold. So ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബട്ട് ആസ് യൂഷ്വൽ ദ വണ്ടർലസ് കപ്പിളിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ പുതിയ കാഴ്ചകളുമായി, പുതിയ പുതിയ അറിവുകളുമായി നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ വിത്ത് us. So we will see you next video. Till then, bye.